നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ കുറച്ച് അസുഖങ്ങൾ പെട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് എന്താണ് അടുത്ത ഡിസീസ്, നമ്മൾ അടുത്ത ടോപ്പിക് ഏതാ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഡ്രൗണിങ്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, മുങ്ങുക, അതായത് വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് ഡ്രൗണിങ് എന്ന് പറയുന്നത്. ഡ്രൗണിങ് ഈസ് കോസ്ഡ് ബൈ കംപ്ലീറ്റ് ഇമേർഷൻ ഓഫ് ദ നോസ് ആൻഡ് മൗത്ത് ഇൻ വാട്ടർ. സ്പെഷ്യൽ കേസ് ആണ്, അതായത് നമുക്ക് സുപരിചിതമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വെള്ളത്തിൽ നമ്മുടെ മൂക്കും വായും മുങ്ങിപ്പോവാൻ, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനെയാണ് ഡ്രൗണിങ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്ലൂയിഡ്സിൽ മുങ്ങിപ്പോയി കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഡ്രൗണിങ് എന്ന് പറയുന്നത്. For a length of time which varies with the individual and circumstances. അതൊരു നിശ്ചിത സമയത്തേക്ക് ഉണ്ടാവും, അത് ഓരോ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്താണ് ഡ്രൗണിങ് സംഭവിക്കുന്നത്. നമുക്കറിയാം, നീന്താൻ അറിയാവുന്ന ആളാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, തിരിച്ചു കയറി വരും. അതേപോലെ ഇനി ഒട്ടും നീന്താൻ അറിയില്ലാത്തവരാണെങ്കിൽ സാഹചര്യം വേറെയാണ്, തിരിച്ച് പൊങ്ങി വരാൻ പറ്റത്തില്ല. ഗീതാകുമാരി സ്ക്രീനിൽ വരയ്ക്കരുത് പ്ലീസ്, ഒന്ന് ആ ഓപ്ഷൻ ഒന്ന് ഡിസേബിൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ദ സബ്മർഷൻ കോഴ്സ് water to enter the windpipe and lungs, so that this must be drained out before artificial respiration can be effective. നമുക്കറിയാം, നമ്മൾ കുളത്തിലോ പുഴയിലൊക്കെ ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് ആണ് ആ ആളെ കരയിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം കളയാൻ നോക്കും. എന്നിട്ട് കൃത്രിമ ശ്വാസം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്തും നമ്മൾ പറയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ലങ്സിലേക്ക്, അതായത് നമ്മുടെ വായിലൂടെ ലങ്സിലേക്ക് പോകുന്ന സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ലങ്സിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പിൽ വാട്ടർ കയറിയിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാനായിട്ട്. ഫോർ ദ ഹാർട്ട്സ് ആക്ഷൻ കണ്ടിന്യൂ ഫോർ സം ടൈം ആഫ്റ്റർ ബ്രീത്തിങ് ഹാസ് സീസ്ഡ്. കാരണം ഈ വെള്ളം ഇങ്ങനെ കുടിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മൂക്ക് കടയും, അപ്പോൾ ബ്രീത്ത് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഈ എന്താ പറയുന്ന ഇൻഹെയിലും എക്സെയിലും നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ബ്രീത്തിങ് നിന്ന് പോകുമ്പോൾ ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം, നമ്മൾ അയാളെ നന്നായിട്ട് അയാളുടെ വയറിലേക്ക് അല്ലെങ്കിൽ ലങ്സിലേക്കൊക്കെ പോയ വെള്ളം പ്രസ് ചെയ്ത് അയാളിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ഉടനെ തന്നെ ചെയ്യേണ്ടതാണ്, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത്, ഇഫ് വൺ പേഴ്സൺ ഈസ് അലോൺ ഹി മസ്റ്റ് കണ്ടിന്യൂ ഹിസ് അറ്റൻഷൻ ടു ദ പേഷ്യന്റ്, ബട്ട് ഇഫ് അതേഴ്സ് ആർ വാല്യുബിൾ ദേ ഷുഡ് ഗെറ്റ് എ ഡോക്ടർ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഇപ്പോൾ ആ അപകടം നടക്കുന്ന സ്ഥലത്ത് ഒരാളെ ഉള്ളൂവെങ്കിൽ അയാൾ ആ പേഷ്യന്റിനെ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റുള്ളവർ അവിടെ കൂടെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറിന്റെ ഹെൽപ്പ് അല്ലെങ്കിൽ ഡോക്ടറിനെ വിളിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ചെയ്യേണ്ട കാര്യമാണ്, ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയ ആൾക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മളുടെ ആ പേഷ്യന്റിന് ഫെറ്റ് ബ്ലാങ്കറ്റ്സ് കൊടുക്കാനും, റഗ്സ് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബോട്ടിൽസ്, ഹോട്ട് ടീ, അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നല്ല ആ രീതിയിൽ ചേരുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സാഹചര്യത്തിൽ ഇരിക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് ഇപ്പൊ ഒരാളെ ഉള്ളൂവെങ്കിൽ അയാൾ പേഷ്യന്റിനെ തന്നെ ശ്രദ്ധിക്കുക. കാരണം പേഷ്യന്റിന് പെട്ടെന്നായിരിക്കും ബോധം വരുന്നതോ അല്ലെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഉള്ള കണ്ടീഷനൊക്കെ പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കൂടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അയാൾക്ക് നല്ല ചൂടുവെള്ളം അല്ലെങ്കിൽ ചായ, അത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ കിട്ടാവുന്ന ഹോട്ട് വാട്ടർ ബാഗ്സ്, അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാവോ ആ രീതിയിൽ ചെയ്യുന്നതൊക്കെ ഇയാൾക്ക് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ആയിരിക്കും. ഇനി അതേപോലെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി എന്തൊക്കെയാന്ന് പറയുന്നത്. ഡു നോട്ട് ലൂസ് ആൻ ഇൻസ്റ്റന്റ്, ആക്ട് ക്വിക്ലി മെത്തോഡിക്കലി. അതായത് നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യരുത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം നടന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ വെള്ളത്തിലൊന്ന് മുങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് ചെയ്യരുത്. നമുക്ക് എന്തൊക്കെ വേഗം ചെയ്യാവോ അതെല്ലാം പെട്ടെന്ന് ചെയ്യാം. ഡു നോട്ട് ലൂസ് ആൻ ഇൻസ്റ്റന്റ്, ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് കളയാനില്ല അതിനകത്ത്. അടുത്തത്, ടേൺ ദ കാഷ്വലി ഫേസ് ഡൗൺ വിത്ത് ഹെഡ് ടു വൺ സൈഡ് ആൻഡ് ആം സ്ട്രെച്ച്ഡ് ബിയോണ്ട് ഹെഡ് ഇഫ് ദർ ഈസ് എ സ്ലോ പ്ലേസ് ഹെഡ് ടവർ മോസ്റ്റ്. അതായത് നമുക്ക് ഇതറിയാം, കമഴ്ത്തി കിടത്തിയിട്ട് നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ ടിവിയിലൊക്കെ കണ്ടു കാണും, ഇങ്ങനെ വെള്ളം കുടിച്ചവരൊക്കെ കമഴ്ത്തി കിടത്തിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാനാണ് പറയാറുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, റൈസ് ദ ബോഡി ബൈ പ്ലേസിംഗ് യുവർ ഹാൻഡ്സ്
round that the casualty bellies to encourage the water to run out of their air passage. അതേപോലെ അയാളുടെ വയറിൽ നന്നായിട്ട് പ്രസ് ചെയ്യുന്ന കാര്യമാണ് അടുത്തത് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡാണ്. ഇവിടെ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവുന്ന കാര്യങ്ങളാട്ടോ. അടുത്തത് ക്വിക്ലി ക്ലിയർ ദ മൗത്ത് ഓഫ് എനി ഫോൾസ് ടീത്ത് ഓർ വീഡ്സ് ആൻഡ് ലൂസൺ എനി ക്ലോത്തിങ് അറൌണ്ട് വേസ്റ്റ്. അതേപോലെ ചിലവരുണ്ട് അങ്ങനെ പല്ലൊക്കെ കടിച്ചു പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കോടിപ്പോയ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ. അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ വേസ്റ്റിന് ചുറ്റുമായിട്ട്, വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വയറിന് താഴെയായിട്ട് അല്ലെങ്കിൽ അരഭാഗം എന്നൊക്കെ പറയുന്ന പോലെ ആ ഭാഗം കൊണ്ട് എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലൂസ് ആക്കിക്കുക. ലൂസൺ എനി ക്ലോത്തിങ് അറൌണ്ട് വേസ്റ്റ്. അടുത്തത് അപ്ലൈ ഹയർ നെയിൽസ് ആൻഡ് ബ്ലാക്ക് പ്രഷർ ആൻഡ് ലിഫ്റ്റ് മെത്തേഡ്. ഇതൊരു മെത്തേഡിന്റെ പേരാട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. നെയിൽസൺ ബ്ലാക്ക് പ്രഷർ ആം ലിഫ്റ്റ് മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അതായത് നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നതിന്റെ ഒരു മെത്തേഡിന്റെ പേരാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെവർ സ്റ്റോപ്പ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അൺടിൽ ബ്രീത്തിങ് ഹാസ് ബീൻ റീഎസ്റ്റാബ്ലിഷ്ഡ് ഫോർ അറ്റ്ലീസ്റ്റ് എ ക്വാർട്ടർ ഓഫ് ആൻ അവർ ഓർ അൺടിൽ എ ഡോക്ടർ പ്രൊനൗൺസസ് ലൈഫ് ടു ബി എക്സ്റ്റെൻഡ്. അതായത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ അയാൾക്ക് സ്വന്തമായി എടുക്കാൻ സാധിക്കുന്നത് വരെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് വരെ, ഡോക്ടർ പേഷ്യന്റ് ഓക്കെ ആയി ഇപ്പൊ തനിയെ ശ്വാസം എടുക്കാനും അതായത് ഇൻഹെയിൽ ചെയ്യാനും എക്സെയിൽ ചെയ്യാനും പറ്റുന്നുണ്ട് എന്ന് ഡോക്ടർ പറയുന്നത് വരെ വേണം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ. അടുത്തത് ഫോർ പ്രൊലോങ്ഡ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഈവ്സ് മെത്തേഡ് മേ ബി അഡോപ്റ്റഡ് if facilities exist, but to begin with and generally the higher Nelson is the method of choice of the first aider. ഇനി നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് മെത്തേഡിന്റെ പേരാണ് ഈവ്സ് മെത്തേഡ്, EVES, ഈവ്സ് മെത്തേഡ്. അതാണെങ്കിൽ നമുക്ക് ഇത് മറ്റൊരു രീതിയിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്ന മെത്തേഡിന്റെ പേരാണ്. പക്ഷെ പ്രിഫറബിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോൾജർ അല്ല കേട്ടോ, ഹയർ നെൽസൺ എന്നാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെൽസൺ ബ്ലാക്ക് പ്രഷർ ആം ലിഫ്റ്റ് മെത്തേഡാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അടുത്തത് if assistance is available, wet clothing may be removed and dry clothing or blanket substituted, but this must not interfere with artificial respiration. അതായത് ഇനിയിപ്പോ ആ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞതൊക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് മാറ്റിയിട്ട് നല്ല ചൂട് കൊടുക്കുന്ന ബ്ലാങ്കറ്റുകളോ അല്ലെങ്കിൽ വാം ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിപ്പിക്കുക. പക്ഷെ ഇതൊരിക്കലും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നതിനെ ബാധിക്കരുത്. In addition, an assistant can improve the circulation by gently rubbing limbs from below upwards. ഇത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മളുടെ കൈകളും കാലുകളും നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നവർ ഇങ്ങനെ ഉറച്ചു തരാറുണ്ട്. ഇങ്ങനെ ഈ അപകടം പറ്റിയ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. Keep the body as warm as possible with blankets and protected hot water bottles to treat the shock which is always present as a result of the fright, struggling and chilling by the water. അതായത് നമ്മുടെ ശരീരം ചൂടാക്കി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ, ഹോട്ട് വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ നല്ല ചൂടായിട്ടുള്ള വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് പേടിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഷോക്ക് പോലെ ആകും. അതിൽ നിന്ന് മാറുന്നതിനും അതേപോലെ ആ നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ വീണുപോയതിന്റെ ആ ഒരു മരവിപ്പോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ആ തണുത്ത സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മളുടെ മൈൻഡിനെ ആണെങ്കിലും ബോഡീനെ ആണെങ്കിലും മാറ്റുന്നതിന് ഈ ഹോട്ട് വാട്ടർ ഒക്കെ സഹായിക്കും. അതുകൊണ്ടാണ് ചൂടായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കണം എന്ന് പറയുന്നത്. അടുത്തത് when consciousness returns give hot drinks. അതേപോലെ ബോധം തിരിച്ചു വീഴുന്ന സമയത്ത് ചിലവർക്ക് മാത്രമേ ബോധം നഷ്ടപ്പെട്ടു പോവുള്ളൂ, അല്ലാത്ത സാഹചര്യത്തിൽ ബോധം ഉള്ളവർക്കാണെങ്കിലും ഇനി ബോധം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടുന്നവർക്കാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് ഹോട്ട് ഡ്രിങ്ക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് do not let patients sit up even after apparent recovery. ഇനി വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ വീണതിന് ശേഷം ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് റെഡി ആയെങ്കിലും ഒരിക്കലും നേരെ എണീറ്റിരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. കിടന്ന് തന്നെ വേണം കുറച്ച് സമയത്തേക്ക്, ഒരു ഡോക്ടർ പറയുന്ന ഒരു സമയത്തേക്ക് കിടന്ന് തന്നെ വേണം നമ്മളെല്ലാം ചെയ്യാനായിട്ട്. അടുത്തത് carry as a stretcher case to nearby house and put him to bed. അതായത് ഇനി നമ്മൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുപോകാനായിട്ട്, സ്ട്രക്ചർ നമ്മൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സ്ട്രെച്ചറിലോ അല്ലെങ്കിൽ ഇങ്ങനെ കിടത്തി കൊണ്ടുപോകാവുന്ന ഒരു കാര്യത്തിൽ അയാളെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ബെഡിലാണെങ്കിലും എടുത്ത് കിടത്തുക. അയാളെ കൊണ്ട് എണീപ്പിച്ചിരുത്താനോ നടത്താനോ ശ്രമിക്കരുത്. അടുത്തത് ട്രാൻസ്ഫർ പേഷ്യന്റ് ടു ദ കെയർ ഓഫ് എ ഡോക്ടർ ഓർ ഹോസ്പിറ്റൽ ആസ് സൂൺ ആസ് പോസിബിൾ. പിന്നെ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്തേക്കോ എത്തിക്കുക. ഡ്രൗണിങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോ ഇത് ഡിഫറെന്റ് മെത്തേഡ്സ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക് ആണ്
ഫെയിൻറ്റിംഗ് ഓർ സിൻകോപ്പ് എന്ന് പറയുന്നത്. ഫെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധക്ഷയം. നമുക്ക് പണ്ടിങ്ങനെ മാർക്ക് ലിസ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ കുറെ പേർക്ക് ബോധക്ഷയം എന്നൊക്കെ പറയാറുണ്ട്. ഇത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമുക്ക് അസുഖമായിട്ട് വരുന്ന ബോധക്ഷയം എന്ന് പറയാറുണ്ട്. ബോധക്ഷയം എന്ന് പറയുന്നത് ഫെയിൻറ്റിംഗ് ഓർ സിൻകോപ്പ് ഈസ് എ കണ്ടീഷൻ ഓഫ് മൈൽഡ് കൊളാപ്സ് മച്ച് akin to primary shock as regards its signs, symptoms and mechanism. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെറിയ രീതിയിലൊരു പ്രൈമറി ഷോക്ക് എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ചെറിയൊരു ഷോക്ക് ആകുമ്പോഴാണ് നമുക്ക് ബോധക്ഷയം ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. However, it passes off with a few minutes and is not usually dangerous. ഇതൊരു ചെറിയ സമയത്തേക്ക് അല്ലെങ്കിൽ മിനിറ്റിലേക്ക് മാത്രമേ ഇത് നീണ്ടു നിൽക്കുള്ളൂ. സ്വാഭാവികമായിട്ടും ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സമയമല്ല, അല്ലെങ്കിൽ ബോധക്ഷയം വരുന്നത് വലിയൊരു എന്താ പറയുന്നത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമൊന്നല്ല. ഇനി അതിന് എന്തൊക്കെയാണ് കോസസ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫെയിൻറ്റിംഗ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. Causes of fainting. A faint is due to an insufficient supply of blood to the brain following a sudden lowering of the blood pressure. ഒരു ഫെയിന്റ് സംഭവിക്കുന്നത് നമ്മളുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ, അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ബ്ലഡ് പ്രഷർ കുറയുമ്പോഴൊക്കെയാണ് ബോധക്ഷയം അല്ലെങ്കിൽ തലകറക്കമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. ഇനി അതിന്റെ ഫസ്റ്റ് എയ്ഡ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഇഫ് ദ പേഷ്യന്റ് ഹാസ് നോട്ട് ലോസ്റ്റ് കോൺഷ്യസ്നസ്, സിറ്റ് ഹിം ഡൗൺ ആൻഡ് ലോവർ ഹിസ് ഹെഡ് ബിറ്റ്വീൻ ദ നീ ഓർ ലേ ഹിം ഡൗൺ വിത്ത് ദ ഹെഡ് ലോവർ ദാൻ ഫീറ്റ്. അതായത് ഇപ്പോ പേഷ്യന്റിന്റെ കോൺഷ്യസ്നസ് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ വേഗം തന്നെ രണ്ട് മുട്ടുകൾ, കാൽമുട്ടുകളുടെയും ഇടയിലായിട്ട് തല ഇങ്ങനെ കുനിച്ച് ഇരുത്താനായിട്ടൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് മെത്തേഡാണ്. ഇനി അടുത്തത്, ഇഫ് അൺകോൺഷ്യസ്നെസ് ലേ ദ പേഷ്യന്റ് ഡൗൺ ആസ് ഇൻ നമ്മൾ ഇനി അൺകോൺഷ്യസ് ആണെങ്കിൽ നേരെ കിടത്താനായിട്ട് ശ്രദ്ധിക്കാം. ഇനി റിമൂവ് എനി ഫോൾസ് ടീത്ത്. ഓൾറെഡി നമ്മൾ ഡ്രൗണിങ്ങിന്റെ കേസിൽ പറഞ്ഞതുപോലെ പല്ലുകൾ കൂട്ടി കടിച്ച് നാക്കായിട്ട് കടിച്ചിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മൗത്തിന്റെ ഏതെങ്കിലും ഓർഗനായിട്ട് ഭാഗങ്ങളായിട്ട് കടിച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ, ഇല്ലെങ്കിൽ പല്ല് നമ്മളുടെ മൗത്ത് കൂടി പോവുക എന്നൊക്കെ പറയാം, വാ കൂടി പോവുക, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്, ലൂസൻ ക്ലോത്തിങ് അറ്റ് നെക്ക് ആൻഡ് വേസ്റ്റ്. അതേപോലെ കഴുത്തിന്റെ ഭാഗത്തും വേസ്റ്റ് ഭാഗത്തും വരുന്ന ഡ്രസ്സുകൾ ലൂസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അലൗ പ്ലെന്റി ഓഫ് ഫ്രഷ് എയർ. ധാരാളം ഫ്രഷ് എയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കീപ് ബോഡി വാം. ചൂടായിരിക്കാൻ ശരീരത്തിൽ മാക്സിമം ടെമ്പറേച്ചർ, അതായത് നമുക്ക് ആ ശരീരത്തിന് വേണ്ട ടെമ്പറേച്ചർ കിട്ടുന്നതിൽ ശ്രദ്ധ കൊടുക്കുക. ബാത്ത് ഫേസ് ഇൻ കോൾഡ് വാട്ടർ. ഇനി ഹോൾ സ്മെല്ലിംഗ് സോൾസ് ടു നോസ്ട്രൽ. അതേപോലെ നമുക്ക് ചെയ്യാവുന്ന, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ചെയ്യാവുന്ന നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഉപ്പ് മണപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് ബോധക്ഷയത്തെ മാറ്റും എന്ന് പറയുന്നത്. ഹോൾഡ് സ്മെല്ലിംഗ് സോൾസ് ടു നോസ്ട്രിൽസ്, ഉപ്പിനെ മണപ്പിക്കുക എന്ന് പറയുന്നത്. അടുത്ത, വെൻ കോൺഷ്യസ്നസ് റിട്ടേൺസ് ഗ്രാജുവലി റൈസ് ദ പേഷ്യന്റ് ആൻഡ് ഗീവ് സിപ്സ് ഓഫ് വാട്ടർ, ടീ, കോഫി ഓർ സോൾ വോൾട്ടൈൽ. ഇനി ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷം ചെയ്യേണ്ടതാണ് ചെറിയ സിപ്പ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ചെറിയ ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ടീ, കോഫി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കുടിപ്പിക്കുക എന്നുള്ളത്. അടുത്തത്, ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കൺവീനിയന്റ് നൗ ടു കൺസിഡർ ഇലക്ട്രിക് ഷോക്ക് ആസ് എ ആക്ച്വൽ ഷോക്ക് കണ്ടീഷൻ നെസസിറ്റി. Treatment similar to that given for traumatic shock is that electric current is liable to act first on breathing or respiratory center in the brain and cause a sudden stoppage of breathing by paralyzing the muscles of respiration. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു ആക്ച്വൽ ഷോക്ക് നടക്കുമ്പോഴുള്ള കാര്യമാണ്. ഇനി പറയുന്നത് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുമ്പോഴുള്ള കാര്യമാണ്. ഇലക്ട്രിക് ഷോക്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ റെസ്പിറേറ്ററി സെന്റർ, ബ്രെയിനിലുള്ള റെസ്പിറേറ്ററി സെന്ററിൽ വരുന്ന നമ്മളുടെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് നിന്ന് പോവാതെ അത് ഉടനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ cause a sudden stoppage of breathing by paralyzing the muscles of respiration. നമ്മളുടെ റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള മസിൽസിന്റെ സ്റ്റോപ്പ് ചെയ്തു പോകുന്നത്, അവരുടെ ആ ബ്രീത്തിങ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു പോകുന്നതും ഇലക്ട്രിക് ഷോക്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇലക്ട്രിക് ഷോക്ക് റിസൾട്ട്സ് ഫ്രം കോണ്ടാക്ട് വിത്ത് ലൈവ് ആൻഡ് ഇൻ ദ ഇലക്ട്രിക് വയർ, കേബിൾ ഓർ റെയിൽ, as may occur with electrical circuits and apparatus in the home or in the industry or by a fall on a live electric line. നമുക്കറിയാം എങ്ങനെയാണ് ഇലക്ട്രിക് ഷോക്കുകൾ സംഭവിക്കാനുള്ള ചാൻസുകൾ. വയറ്, കേബിള് അല്ലെങ്കിൽ റെയില്, ഇതൊക്കെ നമ്മളായിട്ട് ടച്ചിൽ വരുമ്പോഴോ വീട്ടിലോ ഓഫീസിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഇലക്ട്രിക് സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ടച്ച് വരുമ്പോഴാണ് ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കുന്നത്. ഇനി അതിന്റെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് പറയുന്നത്. The cause of electric shock necessitates very prompt action
in the following order. And ചെയ്യേണ്ട ഓർഡർ ആട്ടോ ഇനി പറയുന്നത്. First, the electric current should be switched off or for the patient removed from the contact with the current. നമുക്ക് പവർ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ആദ്യം ചെയ്യുക, അതായത് മെയിൻ സ്വിച്ചോ അല്ലെങ്കിൽ ഈ ഷോക്ക് അടിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭാഗം കറണ്ട് ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം തന്നെ കറണ്ട് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഷുഡ് ബി അപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ കൃത്രിമ ശ്വാസം കൊടുക്കുക. ഇനി മീൻവൈൽ ആന്റി ഷോക്ക് ആൻഡ് ആന്റി ബേൺ ട്രീറ്റ്മെന്റ് ഷുഡ് ബി അപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി, അതേപോലെ ആന്റി ഷോക്കും ആന്റി ബേൺ ട്രീറ്റ്മെന്റും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിമൂവൽ ഓഫ് ദ പേഷ്യന്റ് ഫ്രം കോണ്ടാക്ട് വിത്ത് ഇലക്ട്രിക് കറണ്ട് ഈസ് വെരി ഡേഞ്ചറസ് പ്രൊസീജിയർ ആൻഡ് ഫുൾ പ്രിക്കോഷൻസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ആൻ എൻഡീവർ ടു ഫ്രീ ദ വിക്ടിം ക്വിക്ലി ഫ്രം കോണ്ടാക്ട് വിത്ത് ദ ഇലക്ട്രിക് കറണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രിക് ഷോക്ക് വരുമ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം, അതായത് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളും അതേപോലെ ഈ ഇലക്ട്രിക് ഷോക്ക് അടിച്ച ആളും അയാളെയും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പ്രിക്കോഷൻസ് രണ്ടുപേരുടെയും സേഫ്റ്റി വെച്ചിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ഇതിന് അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെന്റ്സ് കൊടുക്കാനായിട്ട്. ഉടനെ തന്നെ ഈ ഇലക്ട്രിക് കറണ്ടിൽ നിന്നുള്ള കോണ്ടാക്ട് വിടിവിപ്പിക്കാൻ. നമുക്കറിയാം, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിലാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഉടനെ തന്നെ നല്ല മരത്തിന്റെ തടിയോ തടിക്കഷ്ണോ അല്ലെങ്കിൽ മരക്കമ്പൊക്കെ വെച്ചിട്ട് ഈ ഷോക്ക് അടിച്ച ആളെ അടിക്കുന്നത് അയാളെ ഈ കറണ്ടിൽ നിന്ന് വിടുവിക്കാനായിട്ട് സാധിക്കും. When possible, the current should be switched off, but unfortunately the switch may not be closed by the accident, so it may be necessary to move the body away from the current. ഇപ്പൊ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇനിയിപ്പോ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഉടനെ തന്നെ ഈ ആളെ ആ കറണ്ടിന്റെ ഭാഗത്ത് നിന്ന് മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ടു ഡു ദിസ് നെസസിറ്റീസ് ദ യൂസ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, തിക്ക് റബ്ബർ ഗ്ലൗസ് ആർ യൂസ്ഡ് by those engaged in repairing electric wires are ideal non-conductors of electric current. അതായത് ഇനി ഇപ്പൊ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ ചെയ്യേണ്ടത് അവർ റബ്ബർ സ്ലിപ്പേഴ്സ്, റബ്ബർ ഗ്ലൗസ് അല്ലെങ്കിൽ റബ്ബർ ചെരുപ്പ്, നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ രക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഈ റബ്ബർ ഉപയോഗിക്കേണ്ട കാരണം അത് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് കറണ്ട് ആണ്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതൊക്കെ ഈ ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ട് അവരെ തൊടാനോ അല്ലെങ്കിൽ ആ ഷോക്കിന്റെ സാഹചര്യത്തിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് വേണം ശ്രദ്ധിക്കാൻ. പിന്നെ അടുത്തത്, when putting the body away, the amperage should be avoided as they are so often most. It is dangerous to use bare hands at any time. An ordinary glove or thick coat around the hands give fair protection. അതായത് നമ്മൾ വെറും കൈയോടെ ഓടിച്ചെന്ന് ഈ ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയ ആളെ ശുശ്രൂഷിക്കരുത്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ഓടിച്ചെല്ലരുത്. നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും തിക്കായിട്ടുള്ള ഗ്ലൗസോ റബ്ബർ ഗ്ലൗസോ അല്ലെങ്കിൽ അതുമായിട്ട് അതേപോലെ എന്തെങ്കിലും കറണ്ട് കടത്തിവിടാത്ത എന്തെങ്കിലും നല്ല ഒരു സാധനം നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ ആക്സിഡന്റ് പറ്റിയ ആളുടെ അടുത്തേക്ക് അയാളെ സഹായിക്കാൻ ചെല്ലാൻ. അടുത്തത്, ആഫ്റ്റർ ദ അപ്പാരന്റ് റിക്കവറി ഓഫ് case from electric shock, the patient should be seen by a doctor to ensure that all is well, as electric shock cases are able to relapse even when the condition has appeared be mild. അതായത് ഈ എന്തെങ്കിലും അസുഖം ഇങ്ങനെ ഷോക്കിൽ നിന്നൊക്കെ രക്ഷിച്ചതിന് ശേഷം ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കുക. എന്നിട്ട് എല്ലാം പറ്റാവുന്ന അത്രയും ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുക. കാരണം ഇനിയൊന്നും എന്താ പറയുന്നത്, അയാൾ ഓൾറെഡി ബോഡി ഫിറ്റ് ആണ്, ഹെൽത്തി ആണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പ് ഒക്കെ ചെയ്യുക. ചെറിയ ഒരു cases are relapse even those condition has appeared be mild. ചെറിയ ഷോക്ക് ആണെങ്കിൽ പോലും ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് വരുന്നതാണ് സ്നേക്ക് ബൈറ്റ്. നമ്മളുടെ അടുത്ത ടോപ്പിക് ആണ്. ഇത്രയാണ് ഇലക്ട്രിക് ഷോക്ക് ഉള്ളത്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് സ്നേക്ക് ബൈറ്റ്. സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഏറ്റവും കൂടുതൽ പാമ്പ് കടിക്കല് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന സ്ഥലം ഇന്ത്യയാണ്. ഇൻ അവർ കൺട്രി ഹൺഡ്രഡ്സ് ഓഫ് ഡെത്ത്സ് occur on account of snake bite. കുറെ പേര് തന്നെ, ഹൺഡ്രഡ്സ് ഓഫ് ഡെത്ത് ആണ് ഒരു വർഷത്തിൽ തന്നെ നമുക്ക് ഇന്ത്യയിൽ പറയാൻ പറ്റുന്നത്, പാമ്പ് കടിച്ചു മരിച്ചു എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ സ്നേക്സ് ആർ നോട്ട് പോയിസണസ്. ഒരു വലിയ സത്യം എന്ന് പറയുന്നത് ഇതിൽ ഭൂരിഭാഗം പാമ്പുകളും പോയിസണസ് അല്ല, വിഷാംശം ഉള്ളതുങ്ങളല്ല. ബട്ട് ഈവൻ ദെയർ ബൈറ്റ് ബ്രിങ്സ് അബൌട്ട് ഡെത്ത് മോസ്റ്റ്ലി ഓൺ അക്കൗണ്ട് ഓഫ് ഷോക്ക്. പക്ഷേ ഈ എന്താ പറയുന്നത്, നീർക്കോലി കടിച്ചാലോ താഴം മുടങ്ങും എന്ന് പറയുന്നത് പോലെ ഈ ചെറിയ പാമ്പാണെങ്കിൽ പോലും, വിഷമില്ലാത്തതാണെങ്കിൽ പോലും നമ്മൾ പാമ്പ് കടിച്ചു എന്ന് പറയുന്നുണ്ടാവുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും വരുന്ന ഒരു ഷോക്ക് മൂലം മരിക്കുന്നവരാണ് കൂടുതലും. പാമ്പിന്റെ വിഷാംശം കൊണ്ടിട്ട് മരിക്കുന്നവരല്ല
ഈ ഷോക്ക് മൂലം മരിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. It is very necessary that first aid should be given at one in the following manner. ഇനി നമ്മൾ പറയുന്ന രീതിയിലാണ് ഇതിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ഫസ്റ്റ് എയ്ഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. The place just above the bite should be bandaged so tightly with a rope or cord that the blood does not flow. നമുക്ക് അറിയാവുന്നതാണ്, പാമ്പ് കടിച്ച സ്ഥലത്തിന് തൊട്ട് മുകളിലായിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കി ഒരു റോപ്പോ തുണിയോ ഒക്കെ നമ്മൾ വലിച്ചു കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കെട്ടുകയും വേണം. രണ്ടാമത്തെ കാര്യം, then the wound caused by the bite must be enlarged with the help of a sharp edged knife duly disinfected. അതായത് ഡിസിൻഫെക്ട് ചെയ്ത എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ്, നൈഫാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അത് ഉപയോഗിച്ച് ആ മുറിവ് വലുതാക്കിയതിന് ശേഷം മൂന്നാമത്തെ കാര്യം, the poisonous blood should be pressed out. ആ മുറിവിൽ നിന്ന് എന്തായാലും വിഷാംശം കലർന്ന ആ ഭാഗത്തെ ബ്ലഡ് പ്രസ് ചെയ്ത് പുറത്തേക്ക് കളയുക. അടുത്തത്, then the place of the wound should be filled in by potassium permanganate. ഇനി എന്നിട്ട് ബ്ലഡ് ഒക്കെ കളഞ്ഞതിന് ശേഷം ആ സ്ഥലം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അടുത്ത പോയിന്റ്, the patient should not be allowed to sleep. He should be immediately removed to an expert for necessary treatment. ഈ പാമ്പ് കടിച്ച വ്യക്തിനെ ആ ഒരു നിശ്ചിത സമയം വരെ, ആ ഒരു സമയത്തേക്ക് ഉറങ്ങാൻ അനുവദിക്കരുത്. ഉടനെ തന്നെ ഒരു എക്സ്പേർട്ടിന്റെ അടുത്തോ ഡോക്ടറിന്റെ അടുത്തോ ഹോസ്പിറ്റലിലേക്കോ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്നേക്ക് ബൈറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മളുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ്, hang the limb down and immediately apply a triangular bandage, necktie or handkerchief as a tourniquet on the hard side of the chest. Bite just tight enough to congest the veins and stop the flow of poison to the general circulation. Already നമ്മൾ പറഞ്ഞു, ആ ഭാഗത്ത് നന്നായിട്ട് ടൈ ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് വലിഞ്ഞ് മുറുക്കി കെട്ടി വെക്കുക. അപ്പോൾ നമുക്ക് ഈ പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് നമ്മളുടെ മറ്റ് ശരീരാവയവങ്ങളിലേക്ക് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തത്, there is no need of stop the arterial flow. Keep tourniquet off for half an hour. അതായത് ഇത് ഒന്ന് ടൈറ്റ് ആക്കി ശ്രദ്ധിച്ചാൽ മതി, ബ്ലഡ് എല്ലായിടത്തേക്കും പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, wound to extract the poison and encourage bleeding. Let patient to do this if possible. Split out the poison through it will do not harm if swallowed. അതായത് ഈ കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് ചിലവരുണ്ട് ആ ഭാഗത്ത്, പാമ്പ് കടിച്ച ഭാഗത്ത് വായ കൊണ്ട് ഇങ്ങനെ അത് തിരിച്ച് വലിച്ചെടുക്കുന്നവരുണ്ട്. കടിച്ച ആ ഭാഗത്തെ കയറിയ വിഷം പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ്, absolutely at rest as movements encourage the spread of venom in the body. അതേപോലെ ഫുൾ റെസ്റ്റിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം റെസ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്, bath the wound with water made dark red with permanganate of potash to neutralize any poison of the surface part of the bite. അതേപോലെ ആ ഇങ്ങനെ കടിച്ച സ്ഥലത്ത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വെച്ചിട്ട് കഴുകുക. വിത്ത് വാട്ടർ മെയ്ഡ് ഡാർക്ക് റെഡ്, ചുമന്ന കളറിലായിരിക്കും അത് ഉണ്ടാവുന്നത്. ആ വെള്ളം വെച്ചിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ്, ഗിവ് ഹോട്ട് കോഫി ഓർ ടീ ആൻഡ് കീപ് പേഷ്യന്റ് വാം ടു അവോയ്ഡ് ഓർ ലെസൻ ഷോക്ക്. അതേപോലെ ചൂട് ചായയോ കാപ്പിയോ ഒക്കെ കൊടുക്കുക. എന്നിട്ട് അയാളെ ആ ഷോക്കിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കുക, അതായത് മൈൻഡും ബോഡിയും റിലാക്സ്ഡ് പൊസിഷനിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്, സെൻഡ് ഫോർ എ ഡോക്ടർ ഓർ ടേക്ക് ദ പേഷ്യന്റ് ടു ദ നിയറസ്റ്റ് ഡോക്ടർ ഓർ ഹോസ്പിറ്റൽ. ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷുഡ് ബ്രീത്തിങ് ഫെയിൽ അപ്ലൈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അതേപോലെ ഉള്ള ശ്വാസം കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി അല്ല അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്താണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്നുള്ളത് നമ്മൾ 2-3 രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ്സ് ആണ് അടുത്തത് പറയുന്നത്. Artificial respiration. Artificial respiration is used to make a person whose natural breathing has stopped start breathing again. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തു. അതായത് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ നമ്മളുടെ ശ്വാസം നമുക്ക് നിലച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തവർക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് അല്ലാതെ മറ്റ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് വഴിയാണെങ്കിലും ശ്വാസം എടുക്കാൻ സാധിക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഡൺ ഡെലിബറേറ്റ്ലി ആൻഡ് റെഗുലർലി ഫോർ അറ്റ്ലീസ്റ്റ് an hour if the patient does not recover before then. അതായത് അത് 1 മണിക്കൂറെങ്കിലും മാക്സിമം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്വയം ശ്വാസം എടുക്കാനായിട്ട് പറ്റുന്ന സമയം വരെയെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്,
resuscitation as a result of artificial respiration may occur many hours after apparent death. അതായത് ഈ ഒരു ഷോക്ക് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ടേം ഡെത്ത് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ചെറിയ ജീവൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പുനരുജ്ജീവനം കിട്ടുന്നത് വരെ ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാനായിട്ട് ചിലപ്പോൾ അത് മണിക്കൂറുകൾ എടുക്കും, അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്, while artificial respiration is being applied, an assistant should loosen clothing at neck and waist of the patient. Make sure that here there is nothing in the mouth blocking the airway. Gets clothing or rugs to keep the patient warm and massage the limbs from below upwards. ഇത് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മുങ്ങുന്ന അവസ്ഥയിലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞതായിരുന്നു. അതായത് നമ്മളുടെ നെക്ക് പോർഷനിലും വേസ്റ്റ് പോർഷനിലും വരുന്ന ഡ്രസ്സുകൾ ലൂസൺ ആക്കുക, ടൈറ്റ് ആയിട്ടല്ല ആ സമയത്ത് ഡ്രസ്സുകൾ ധരിച്ചിരിക്കേണ്ടത്. അതേപോലെ മൗത്ത് വഴി നമ്മൾ കൃത്രിമശ്വാസം കൊടുക്കുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, എന്തെങ്കിലും രീതിയിൽ എയറിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ ചൂടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള പേഷ്യന്റിന് തണുത്ത അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ചൂടാകാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റോ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വാം ആയിരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ കൈയും കാലുകളുടെയും നമ്മൾ ഉള്ളനടി എന്നൊക്കെ പറയാറുണ്ട്, ഉൾഭാഗത്തായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ചൂട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ദിസ് അസിസ്റ്റൻസ് മസ്റ്റ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ വിച്ച് ഈസ് ഓൾ ഇമ്പോർട്ടന്റ്. അത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരിക്കലും അത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ തടയരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ചെറിയ രീതിയിൽ എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന്. ഇനി അതിനകത്ത് ഒന്നാമത്തെ നമ്മളിനി 2 മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡാണ് ഷാഫേഴ്സ് മെത്തേഡ് എന്ന് പറയും. ഷാഫേഴ്സ് മെത്തേഡ് അതായത് lay the casualty face downwards, the head turned to one side and arms placed on either side of the head. അതായത് നമ്മൾ കമിഴ്ത്തി കിടത്തിയിട്ട് തലഭാഗത്തായിട്ട് 2 കൈയും വെക്കുക. അതിനുശേഷം make sure that the mouth and nose are not obstructed. കമിഴ്ത്തി കിടത്തുമ്പോൾ ശ്രദ്ധിക്കുക മൂക്കും വായും അതായത് ആ ശ്വാസം എടുക്കാനൊക്കെ ആയിട്ട് അത് തടയപ്പെട്ടിട്ടില്ല, അതിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് എയർ പാസ് ചെയ്യുന്ന രീതിയിലാണെന്നുള്ളത്. അടുത്തത്, place your hands flat in a flat in the small of the back between the lower ribs and the top of the pelvic bone. Your thumbs should almost touch each other in the middle line, the finger being over the loins. അതായത് നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നെഞ്ചിന്റെ ഭാഗം കൊണ്ട് വെച്ചിട്ട് 2 കൈയും നമ്മളുടെ ലോവർ റിബ്സിന്റെയും പെൽവിക് ബോണിന്റെയും ഇടയിലായിട്ട് വേണം കൈ വെക്കാനായിട്ട്. അതേപോലെ മിഡിൽ ലൈനിൽ നമ്മളുടെ തമ്പ് കിട്ടുന്ന പോലെ നമുക്കത് ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് വെക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇത് മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എങ്ങനെയാണ് ആ പൊസിഷൻ വരുന്നത് എന്നുള്ളത്. അങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Sit your heels, no weight being transmitted to the casualty, though your hands are maintained on his back. നമ്മൾ അവരെ അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ഒരിക്കലും അയാളുടെ മേത്തേക്ക് കൊടുക്കരുത്. ഈ കിടക്കുന്ന ആളുമായിട്ട് ഇവിടെ കാഷ്വാലിറ്റി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അയാളുടെ മേത്തേക്ക് കൊടുക്കരുത്. ഇനി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഷാഫേഴ്സ് മെത്തേഡ് തന്നെയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ആം ഷുഡ് ബി സ്ട്രെയിറ്റ് വിത്ത് ഹാൻഡ്സ് ഓൺ സ്മോൾ ഓഫ് ബാക്ക്, തംസ് ഓൾമോസ്റ്റ് ടച്ചിങ് ഈച്ച് അതർ. നമ്മളുടെ 2 കൈയും പരസ്പരം കൂട്ടിമുട്ടുന്ന രീതിയിലാണ് നമ്മൾ വട്ടം പിടിക്കുകയാണ് ഇയാളെ. അപ്പോൾ നമ്മളുടെ 2 കൈയും നമ്മളുടെ 2 കൈയും തമ്മിൽ കൂട്ടിമുട്ടും. ഇയാളുടെ മേത്തേക്ക് നമ്മൾ പ്രഷർ കൊടുക്കരുത്. കൗണ്ട് 3 seconds, then swing slowly forwards from the knees to position to keep the arms straight and hands in place all the time. അതേപോലെ 3 സെക്കൻഡ് അതിങ്ങനെ എണ്ണീട്ട് നമ്മൾ പതുക്കെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ പതുക്കെ ഫോർവേഡ് മുമ്പിലേക്ക് അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്വിങ് സ്ലോലി എന്ന് പറഞ്ഞിരിക്കുന്നത് അമർത്തി കൊടുക്കുന്ന പോലെ. അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നതാണ് കീപ് യുവർ ഹാൻഡ്സ് ഇൻ പൊസിഷൻ ആൻഡ് ആം സ്ട്രേറ്റ്. ഇപ്പൊ ഞാൻ ഈ 7 മെത്തേഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്, 7 പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. Keeping your hands in position and arms straight, relax the pressure by swinging gently and steadily back onto your heels, counting 3 seconds before swinging forward again. അതായത് നമ്മൾ 3 സെക്കൻഡ് ഇതിങ്ങനെ നമ്മൾ ഒരാളുടെ വാരിയലിന്റെ ഇടയിൽ നിന്ന് 2 സൈഡും ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മളുടെ പിടിക്കുന്ന ആളുടെ 2 തംസും ഒരുമിച്ച് കോണ്ടാക്റ്റിൽ വരണം. എന്നിട്ട് അത് കൂട്ടിമുട്ടുന്ന സ്ഥലം നമ്മൾ 3 സെക്കൻഡ് പിടിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ഫ്രണ്ടിലേക്ക് ഒന്ന് പതുക്കെ
മൂവ് ചെയ്യിപ്പിക്കാനായിട്ട്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ബോഡി വെയിറ്റോ പ്രഷറോ അയാൾക്ക് കൊടുക്കരുത്, പതുക്കെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാം. അതേപോലെ പറയുന്നതാണ് പിന്നെ ഇങ്ങനെ വീണ്ടും 3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ദിസ് അലൗസ് എയർ ടു എൻ്റർ ദ ലങ്സ് ഇൻസ്പിറേഷൻ. അതായത് ഇത് ലങ്സിലേക്ക് വീണ്ടും എയർ കയറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. ദീസ് സ്വേയിങ് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്സ് മസ്റ്റ് ബി റിപ്പീറ്റഡ് റെഗുലർലി. എന്നിട്ട് ഈ മെത്തേഡ് ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്യുന്ന ഇത് കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു 12 to 15 മിനിറ്റ് ആൻഡ് ഒരു മിനിറ്റിൽ 12 മുതൽ 15 തവണ വരെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ആൻ എയ്ഡ് ടു കൗണ്ട് ആൻഡ് ആക്ട് ആസ് ഫോളോസ്. അതിന് നമ്മൾ ചെയ്യേണ്ട ആ മെത്തേഡ് അല്ലെങ്കിൽ അതൊരു ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് സ്വിങ് ഫോർവേഡ്, രണ്ടാമത്തത് അപ്ലൈ പ്രഷർ, മൂന്നാമത്തത് റിലീസ് പ്രഷർ, നാലാമത്തത് സ്വിങ് ബാക്ക്വേർഡ്, അഞ്ചാമത്തത് റെസ്റ്റ് ഓൺ ഹീൽസ്. റെസ്റ്റ് ഓൺ ഹീൽസ് നാട്ടോ, പ്രസ്റ്റ് അല്ല, റെസ്റ്റ് ഓൺ ഹീൽസ്. അതായത് ആദ്യമേ നമ്മൾ പതുക്കെ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്യും, അതിനുശേഷം നമ്മൾ അതായത് സ്വിങ് മുമ്പോട്ട് വിരലുകൾ കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് പ്രഷർ കൊടുക്കും, അതിനുശേഷം ആ പ്രഷർ അവിടെ വെച്ച് റിലീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്വിങ് ബാക്ക്വേർഡ്, തിരിച്ച് കൈകൾ പ്രസ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരും, റെസ്റ്റ് ഓൺ ഹീൽസ്. പിന്നെ നമ്മൾ ആ കൈവിട്ട് അത് റെസ്റ്റ് പൊസിഷനിൽ നിൽക്കും. ഇതാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനിൽ നമ്മൾ പഠിക്കുന്ന ഷാഫേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. സേഫ്റ്റി മെഷേഴ്സ് ടു അവോയ്ഡ് ഇഞ്ചുറീസ് ഫ്രം ടോയ്സ്. ഇനി ടോയ്സിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഇഞ്ചുറീസ് ഉണ്ടാവാതിരിക്കാതെ, അതായത് നമ്മൾ ഓൾറെഡി ഒരു പ്രീ സ്കൂളോ അല്ലെങ്കിൽ പ്രീ സ്കൂൾ ടീച്ചറൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുട്ടികളെ ടോയ്സിൽ നിന്നുള്ള ഇഞ്ചുറീസിൽ നിന്ന് അവോയ്ഡ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. തിങ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വെൻ സെലക്ടിങ് ടോയ്സ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മളൊരു ടോയ് സെലക്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, കുട്ടികൾക്ക് അത് എന്തെങ്കിലും ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കുന്നതാണോ, അതായത് വല്ല ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഉള്ളതാണോ, ഇല്ലെങ്കിൽ ഈ ടോയ്സിൽ തന്നെ ഇങ്ങനെ നൈഫോ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തുന്ന പോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുക. സേഫ്റ്റി ഷുഡ് ബി യുവർ മെയിൻ കൺസിഡറേഷൻ വെൻ സെലക്ടിങ് ടോയ്സ്. രണ്ടാമത്തെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് സേഫ്റ്റി ആയിരിക്കണം. നമ്മൾ ഒരു ടോയ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ സേഫ്റ്റിയാണ്. അടുത്തത് എനി ടോയ് ഓർ പ്ലേ എക്യുപ്മെന്റ് ദാറ്റ് യു സപ്ലൈ മസ്റ്റ് ക്യാരി എ BS or BSI or CE mark indicating that safety standards are being complied with. അതായത് ഓരോ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നൊക്കെ പറയുന്നത് പോലെ ഈ എക്യുപ്മെന്റ്സിനും ഓരോ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. BSI CE മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ടാവും. അതുണ്ടോ എന്ന് നോക്കുക നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോയ്സിന്. യു ഷുഡ് ഓൾസോ ചെക്ക് ഏജ് ഗൈഡൻസ് ഇൻസ്ട്രക്ഷൻസ് ഓൺ ദ പാക്കേജ്. അതേപോലെ ആ പാക്കേജിൽ എന്തായാലും എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതെല്ലാം വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ടോയ് സെലക്ട് ചെയ്യാവുള്ളൂ. ഇഫ് എ ടോയ് ഈസ് മാർക്ക്ഡ് not suitable for children under 3 years or carries the pictogram shown here, it means that the toy is not safe for children under 3 years. അതിനൊരു എക്സാമ്പിൾ ആണ്, ചിലപ്പോ എന്തെങ്കിലും ഇത്തിരി നമ്മുടെ കിച്ചൺ സെറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കരുത്. ഒന്നില്ലെങ്കിൽ എഴുതും അല്ലെങ്കിൽ പിക്ചർ റെപ്രസെന്റേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ആ പ്രായത്തിൽ അതിൽ അല്ലെങ്കിൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് സ്യൂട്ടബിൾ അല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോയ്സ് വാങ്ങാതിരിക്കുക. ഇനി അവോയ്ഡ് ടോയ്സ് ദാറ്റ് ഹാവ്, ഇനി എന്തൊക്കെ തരം ടോയ്സുകളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാർപ്പ് പോയിന്റ്സ്, ജാഗ്ഡ് എഡ്ജ്, റഫ് സർഫേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഷാർപ്പ് പോയിന്റ് അല്ലെ റഫ് നല്ല സ്മൂത്ത് അല്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അടുത്തത് സ്മോൾ ഡിറ്റാച്ചബിൾ ഓർ ഇൻസെക്യൂർ പാർട്സ് ദാറ്റ് could be swallowed or become lodged in the throat, nose or ears. Children can choke on latex balloons. അതായത് നമുക്കറിയാം എന്തെങ്കിലും അവർ വിഴുങ്ങുന്ന രീതിയിലുള്ള കുഞ്ഞു ബോളുകൾ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക, കുട്ടികൾക്ക് അത് കൊടുക്കാതിരിക്കുക. ഷാർപ്പ് സ്പൈക്സ് ഓർ പിൻസ് ദാറ്റ് could be exposed if a child pulls the toy part. അതേപോലെ വലിച്ചു പൊട്ടിക്കുന്ന നമ്മുടെ ടോയ് ഒക്കെ സ്വാഭാവികമായിട്ടും പൊട്ടും. അപ്പൊ അങ്ങനെയുള്ള ഷാർപ്പ് സ്പൈക്സ് ഓർ പിൻസ് അതിന്റെ അങ്ങനത്തെ സാധനങ്ങൾ അകത്തൊക്കെ ഉള്ള ടൈപ്പ് ടോയ് ആണെങ്കിൽ അത് ഒഴിവാക്കുക. ലോങ് കോഡ്സ് ഓർ സ്ട്രിങ്സ് ഇഫ് ദ ടോയ് ഹാസ് എ കോഡ് മോർ ദാൻ 30 cm ലോങ്, കട്ട് ഇറ്റ് ഷോർട്ടർ. അതുപോലെ വലിയ സ്ട്രിങ്സോ വയറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ടൈപ്പ് ടോയ് ആണെങ്കിൽ മാക്സിമം 30 cm ലെങ്ത് മതി കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അതിൽ കൂടുതലുള്ളതാണെങ്കിൽ അത് മുറിച്ച് ചെറുതാക്കുക. അതേപോലെ ക്യാപ്സ്, ഗൺസ് ആൻഡ് അതർ
toys that produce very loud noises that could damage hearing. അതേപോലെ വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ടോയ്സുകൾ ഒഴിവാക്കുക. കമ്പ്യൂട്ടർ ഗെയിംസ്, വീഡിയോ വിത്ത് ഫ്ലിക്കറിംഗ് ലൈറ്റ്സ്, അതായത് ഉദ്ദേശിക്കുന്നത് നമ്മൾ മിന്നി തിളങ്ങുന്ന ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഗെയിംസും ടോയ്സ് ഒക്കെ ഒഴിവാക്കുക. ഇനി ഡൂസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എൻഷുർ ദാറ്റ് യു ഹാവ് ടോയ്സ് ദാറ്റ് ക്യാൻ ബി ക്ലീൻഡ്. നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടോയ് ആയിരിക്കണം. ചെക്ക് ടോയ്സ് റെഗുലർലി ഓർ റഫ് എഡ്ജസ് ആൻഡ് ബ്രേക്ക്. എന്തെങ്കിലും ടോയ്സ് ഡാമേജ് ആയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുക. എന്നും കൃത്യമായിട്ട് അതിൽ നിന്ന് റിമൂവ് ഡസ്റ്റ് റെഗുലർലി. എപ്പോഴും പൊടിയൊക്കെ തുടച്ച് മാറ്റി കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നതിന് മുൻപ് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. അതേപോലെ ക്ലീൻ ടോയ്സ് as frequently as practical when visibly soiled. അതേപോലെ അത് മണ്ണ് പറ്റിയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പൊടി പിടിച്ചതായിട്ടൊക്കെ കാണുന്ന സമയത്തൊക്കെ അത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലീൻ ഹാർഡ് ഓർ പ്ലാസ്റ്റിക് ടോയ്സ് ബൈ വാഷിംഗ് ദം വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ്. അതേപോലെ ശ്രദ്ധിക്കേണ്ടതാണ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ടോയ്സ് വെള്ളവും സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുക. ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്സ് ആണെങ്കിൽ അത് ഉപയോഗിക്കുക. അതേപോലെ ലോണ്ടർ ഡർട്ടി സോഫ്റ്റ് ടോയ്സ് ഇൻ വാഷിംഗ് മെഷീൻ. ഇനി നമ്മളുടെ ഇവിടെ എല്ലാം കുറച്ചുകൂടി ഫോറിൻ കൺട്രീസിലൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് നമുക്ക് ഇതിങ്ങനെ കഴുകി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒക്കെ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ശ്രദ്ധിച്ചിട്ട് മാക്സിമം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. അതേപോലെ നമ്മൾ ഇവർ കളിച്ച് കഴിയുമ്പോൾ അതൊരു നല്ലതായിട്ട് ക്ലീൻ ചെയ്ത കബോർഡിലോ കണ്ടെയ്നറിലോ ആക്കി വെക്കുക ടോയ്സ് ഒക്കെ. Carry out appropriate risk assessment on activities on the environment in which they take place. അതേപോലെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇവർ കളിക്കുന്ന സ്ഥലമൊക്കെ അല്ലെങ്കിൽ കളിക്കുമ്പോൾ ആണെങ്കിലും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ കുട്ടികളിൽ ടോയ്സ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ഡോണ്ട് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പുട്ട് ടോയ്സ് ബാക്ക് ഇൻ ടു സ്റ്റോറേജ് ഇഫ് ദേ ആർ ഡേർട്ടി. അത് അഴുക്ക് കുട്ടികൾ കളിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അഴുക്ക് വരും. അങ്ങനെയുള്ള അഴുക്കുകൾ വന്നതാണെങ്കിൽ ഒരിക്കലും അത് തിരിച്ച് അതിന്റെ പ്ലേസിലേക്ക് തന്നെ എടുത്തു വെക്കരുത്. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, allow toys to remain outdoors overnight. Rain, snow and dew cause rust and damage that increases the risk of accidents. അതായത് ടോയ്സ് പുറത്തിട്ട് അതിനകത്ത് മഞ്ഞും മഴയും വെള്ളവും ഒന്നും വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ വീണ് കഴിഞ്ഞാൽ തുരുമ്പുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ആക്സിഡന്റിനുള്ള ചാൻസുകൾ കൂട്ടും അല്ലെങ്കിൽ റിസ്കുകൾ കൂട്ടും. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഈ ചാപ്റ്റർ ക്ലിയർ ആയോ?